ദൈവത്തിന് സ്തോത്രം. നമ്മള് പുറപ്പാട് പുസ്തകമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 35-ാമത്തെ അധ്യായം വരെ കഴിഞ്ഞ ദിവസം ചിന്തിക്കാനിടയായി. അത് 36, 37, 38 അധ്യായങ്ങളിലെ 40 അധ്യായങ്ങൾ 38 മുതൽ 36 മുതൽ മുന്നോട്ട് വരുമ്പോൾ ഈ മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത മാതൃപ്രകാരം തന്നെ മോശ എല്ലാം ചെയ്തു എന്നുള്ളതിന്റെ വിശദീകരണങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അത് എങ്ങനെ എപ്രകാരം മോശ ചെയ്തു, ദൈവം കാണിച്ച മാതൃപ്രകാരം തന്നെ ദൈവം മോശ എല്ലാം ചെയ്തു, തികച്ചും ചെയ്തു എന്നുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. 35-ാമത്തെ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. അതായത് ഈ ഇവരെ 6 ദിവസം വേല ചെയ്യണം, 7-ാമത്തെ ദിവസം ശബത്തായിരിക്കണം, ശബത്ത് അനുഭവിക്കണം, സ്വസ്ഥതയാണ് 7-ാമത്തെ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം 6-ാം ദിവസത്തിന്റെ പകൽ സമയമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നു. സന്ധ്യയായി വിശ്വസ്യമായി 1-ാം ദിവസം, 2-ാം ദിവസം സന്ധ്യാവിശ്വസ, 2-ാം ദിവസം സന്ധ്യാവിശ്വസമായി, 3-ാം ദിവസം, അങ്ങനെ വായിച്ചു വരുമ്പോൾ സന്ധ്യയായി വിശ്വസ്യമായി 6-ാം ദിവസം. സന്ധ്യാവിശ്വസ്യമായി 6-ാം ദിവസം എന്നതിന് ശേഷം സന്ധ്യാവിശ്വസ്യമായി 7-ാം ദിവസത്തെ കുറിച്ച് സന്ധ്യാവിശ്വസ്യമായി 7-ാം ദിവസം എന്നവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 7-ാമത്തെ ദിവസത്തെ കുറിച്ച് വളരെ ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാം. എന്ന് മാത്രമല്ല, 7-ാം ദിവസത്തെ കുറിച്ച് ദൈവം തന്നെ അറിയിച്ച 7-ാം ദിവസം ദൈവം തന്റെ പ്രവൃത്തിയിൽ തന്നെ സ്വസ്ഥനായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യരും 6 ദിവസം വേല ചെയ്ത് 7-ാം സ്വസ്ഥമായിരിക്കും എന്നൊരു പ്രമാണം മോശ മുഖാന്തരം ദൈവം ജനങ്ങളോട്. ഇപ്പൊ 7-ാമത്തെ ഒരു ദിവസം ഉണ്ട്. ആ 7-ാമത്തെ ദിവസം ഇതുവരെ പ്രത്യക്ഷമായില്ല. ഇപ്പോൾ നാം ജീവിക്കുന്നത് 6-ാമത്തെ ദിവസത്തിന്റെ പകൽ സമയത്താണ്. ഇനി ഈ 6-ാമത്തെ ദിവസം തീർന്നതിന് ശേഷം സന്ധ്യാവിശ്വസമായി 7-ാം ദിവസം എന്ന് 7-ാമത്തെ ശബത്തിന്റെ ദിവസത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അത് സംഭവിക്കും. അപ്പൊ ഈ 6-ാമത്തെ ദിവസത്തിന്റെ പകൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഏകദേശം 6000-ൽ അധികം സംവത്സരങ്ങളായി. ഇതുവരെ ഈ 6-ാമത്തെ ദിവസം സന്ധ്യ ആയിട്ടില്ല. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ വചനപ്രകാരം ആത്മീയമായി നാം വിചിന്തനം ചെയ്യുമ്പോൾ, നാം പരിശോധിക്കുമ്പോൾ, നാം ഗ്രഹിക്കുമ്പോൾ 6-ാമത്തെ ദിവസത്തിന്റെ ഏറ്റവും സന്ധ്യയോട് വളരെ അടുത്ത സമയത്താണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ 6-ാമത്തെ ദിവസം അസ്തമിക്കാറായി, ഈ സന്ധ്യയായി കൊണ്ടിരിക്കുന്നു. വളരെ സന്ധ്യയുടെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോ സന്ധ്യയായി വിശ്വസമായി 7-ാം ദിവസം എന്ന് പറയേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് ഒരു ശബത്ത് അനുഭവം ഉണ്ട്. എബ്രായത്തിൽ വായിക്കുന്നു. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അത് നിങ്ങളിൽ ആർക്കെങ്കിലും ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടണം എന്ന് എബ്രായ ലേഖകർത്താവ് നമ്മളോട് പ്രബോധനമായി പറയുന്നുണ്ട്. അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം നമ്മൾ വായിക്കും. അങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത ഉണ്ടായി എന്ന് യോശുവ ദേശത്തിന് സ്വസ്ഥത കൊടുത്തു. എബ്രായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യോശുവ അവർക്ക് സ്വസ്ഥത കൊടുത്തില്ല എന്ന് അവിടെ എഴുതിയിരിക്കും. യോശുവ അവർക്ക് സ്വസ്ഥത കൊടുത്തിരുന്നെങ്കിൽ മറ്റൊരു ദിവസത്തെ പറയത്തില്ലായിരുന്നു. അപ്പോൾ ഒരു ശബത്ത് അനുഭവം ദൈവജനത്തിന് ശേഷിച്ചിരിക്കുന്നു. ഒരു 7-ാമത്തെ ദിവസം വളരെ വേഗം ആയിക്കൊണ്ടിരിക്കുന്നു. ആ ശബത്ത് അനുഭവം, ആ 7-ാമത്തെ ദിവസം, ആ സ്വസ്ഥത നാം എല്ലാവരും അനുഭവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കണം എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനത്തിൽ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. അതിന്റെ ഞാൻ പറഞ്ഞത് 37, 36, 37 ഈ അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം കൽപ്പിച്ച പോലെ മോശ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ഈ സമാന കൂടാരം ശരിക്ക് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അത് സ്വർഗത്തിൽ ഉള്ളവരുടെ പ്രതിബിംബങ്ങളാണ്. ഈ സമാന കൂടാരത്തിന്റെ എല്ലാ ഉപകരണങ്ങളും സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങൾ ആണ് എന്ന് എബ്രായ 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. സ്വർഗത്തിലുള്ള പ്രതിബിംബങ്ങൾ. അപ്പോ ഈ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങൾ മോശ മുഖാന്തരം മോശയ്ക്ക് ദൈവം പർവ്വതത്തിൽ വെച്ച് കാണിച്ചു കൊടുത്തു. മോശയ്ക്ക് ദൈവം പർവ്വതത്തിൽ വെച്ച് കാണിച്ചു കൊടുത്ത
ഉപകരണങ്ങളും ആ മാതൃകയും പ്രകാരം തന്നെ മോശ എല്ലാം ഉണ്ടാക്കി. 40-ാം അധ്യായം, ഇതിന്റെ പുറപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായം 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ ചിന്തനീയമായ ഒരു വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ അതിന്റെ 40-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ്. ഹോമയാഗപീഠവും, ഞാൻ വായിക്കുന്നു, ഹോമയാഗപീഠവും അതിന്റെ ഉപകരണങ്ങൾ ഒക്കെയും അഭിഷേകം ചെയ്ത് യാഗപീഠം ശുദ്ധീകരിക്കും. യാഗപീഠം അതിവിശുദ്ധം ആയിരിക്കും. 40-10 യാഗപീഠം അതിവിശുദ്ധമായിരിക്കും. ഈ യാഗപീഠം വെച്ചിരിക്കുന്നത് പ്രാകാരത്തിലാണ്. ഈ സമാഗമന കൂടാരത്തിന്റെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്ന് 3 പാർട്ടുകളുണ്ട്, 3 ഭാഗങ്ങളുണ്ട്. അതില് അതിവിശുദ്ധമായിട്ട ഒരു സ്ഥലം മാത്രമേ ഈ സമാഗമന കൂടാരത്തിൽ ഉള്ളൂ, ഒരു ഭാഗമേ ഉള്ളൂ, അത് അതിവിശുദ്ധ സ്ഥലം. എന്നാൽ ഇവിടെ നമ്മൾ പ്രാകാരം എന്ന് പറയുന്നത്, വാസ്തവത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കേണ്ട, പ്രാകാരം എന്ന് പറഞ്ഞാൽ അത് വെറും ഈ മണ്ണ് തന്നെയാണ്. പ്രാകാരം ഈ മണ്ണാണ്. ഈ പ്രാകാരത്തെ, ഈ മണ്ണിനെ പ്രാകാരമാക്കുന്ന ഏക കാര്യം, ഈ പ്രാകാരത്തിന്റെ അഥവാ ഈ കൂടാരത്തിന്റെ ചുറ്റും 4 വശത്തായിട്ട് 400 മുഴം നീളത്തിൽ ഒരു വെളുത്ത തുണി, 5 മുഴം ഉയരമുള്ള തുണി കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ തുണി ആണ്, അല്ലെങ്കിൽ ഈ ഒരു വേർപാടാണ് ഈ മറ്റ് സ്ഥലത്തിൽ നിന്ന് ഈ മണ്ണിനെ പ്രാകാരമാക്കുന്നത്. അല്ലെങ്കിൽ ഈ തുണി അങ്ങ് അഴിച്ചു കഴിഞ്ഞാൽ, ഈ 5 മുഴം ഉയരമുള്ള ഈ വെളുത്ത തുണി അഴിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി തന്നെ, ഈ ഭൂമിയുടെ ഒരു ഭാഗം തന്നെ ഈ പ്രാകാരം എന്ന് പറയുന്നത്. എന്നാൽ പ്രാകാരത്തെ പ്രാകാരമാക്കുന്നത് ഒറ്റ ഒരു കാര്യം മാത്രമാണ്, ഇതിന്റെ ചുറ്റിനും ഈ തുണി കെട്ടിയിട്ടുള്ളതുള്ള 4 വശം വെളുത്ത തുണി കെട്ടിയിട്ടുണ്ട്. അത് മാത്രമാണ് പ്രാകാരം. ഇപ്പൊ കൂടാരം അഴിച്ചു കൊണ്ടുപോകുമ്പോൾ ഈ തുണി അഴിച്ചു കൊണ്ടുപോകും. തുണി അഴിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പ്രാകാരം എന്ന് പറയുന്നത് ഈ നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീടിന്റെ മുറ്റം പോലെ, അല്ലെ നമ്മുടെ സാധാരണ ഒരു മണ്ണ് തന്നെയാണ്. അവിടെ കന്നുകാലികളും ആടും ഒക്കെ മേഞ്ഞിരിക്കും, പല കാര്യങ്ങളും ചെയ്യും. അവിടെ പുല്ലും ചെടികളെല്ലാം കിളിച്ച് മുളച്ച് സാധാരണ ഒരു സ്ഥലം തന്നെ ആയിപ്പോയി. എന്നാൽ അവിടെ അത് അതിവിശുദ്ധമായിട്ട് അതിൻ്റെ ഒരു ഭാഗമല്ല. എന്നാൽ അതിവിശുദ്ധമായിട്ട് അവിടെ വെക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് യാഗപീഠമാണ്. ഈ യാഗപീഠം അതിവിശുദ്ധമായി, യാഗപീഠം വെച്ചിരിക്കുന്നത് പ്രാകാരത്തിൽ. അത് ഈ യാഗപീഠം അതിവിശുദ്ധമായിരിക്കും, അതിവിശുദ്ധമായ ഒരു യാഗപീഠമായിരിക്കും. ഈ യാഗപീഠം അതിവിശുദ്ധമാണെങ്കിൽ മാത്രമേ ഈ യാഗപീഠത്തിൽ കഴിക്കുന്ന യാഗങ്ങൾ വിശുദ്ധമായി തീരും. അതിവിശുദ്ധമായ യാഗപീഠത്തിൽ കഴിക്കുന്ന യാഗങ്ങൾ യാഗപീഠത്തിൽ കഴിക്കുന്ന യാഗങ്ങൾ വിശുദ്ധമായി തീരണമെങ്കിൽ ഈ യാഗപീഠം അതിവിശുദ്ധമായിരിക്കും. നമ്മൾ മത്തായി സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: മൂഢന്മാരുള്ളവര്, ഏത് വലുത്, യാഗപീഠമോ വഴിപാടോ? അപ്പൊ ഈ വഴിപാട് കഴിക്കേണ്ടത് യാഗപീഠത്തിലാണ്. അപ്പൊ യേശു ക്രിസ്തു അവിടെയുള്ള തന്റെ ചുറ്റും നിന്നിരുന്ന യഹൂദന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മൂഢന്മാര് എന്നാണ് സംബോധന ചെയ്യുന്നത് തന്നെ. മൂഢന്മാരെ, ഏതാണ് വലുത്, യാഗപീഠമാണോ അതോ യാഗവസ്തുവാണോ, അതോ വഴിപാടാണോ യാഗപീഠമാണോ വലുത്? അപ്പം യേശുക്രിസ്തുവിന്റെ ആൻസർ പറയുന്നുണ്ട്, ഈ വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമാണ് വലുത്. അപ്പൊ യാഗപീഠം, വഴിപാട് ശുദ്ധീകരിക്കപ്പെടണം. ഈ യാഗപീഠത്തിൽ വഴിപാട് ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ഈ യാഗപീഠം വിശുദ്ധമായിരുന്നാൽ പോരാ, അത് മോസ്റ്റ് ഹോളി ആയിരിക്കും, അതിവിശുദ്ധമായിരിക്കും. ഈ അതിവിശുദ്ധമായ യാഗപീഠത്തിൽ കഴിക്കുന്ന യാഗങ്ങൾ അഥവാ വഴിപാടുകൾ മാത്രമേ വിശുദ്ധീകരിക്കപ്പെടുത്തുള്ളൂ. അപ്പം ഇന്ന്
ഇത് പ്രാകാരത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇത് വെച്ചിരിക്കുന്ന പ്രാകാരത്തിലാണ്, അതിവിശുദ്ധ സ്ഥലത്തല്ല വെച്ചിരിക്കുന്നത്, പ്രാകാരത്തിൽ തന്നെ വെച്ചിരിക്കുന്നു. വളരെ പെട്ടെന്ന് ഒരു മനുഷ്യൻ കടന്നു ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ആ സ്ഥലത്ത് തന്നെയാണ് ഈ യാഗപീഠം വെച്ചിരിക്കുന്നത്. ഇത് വെച്ചിരിക്കുന്നത് അതിവിശുദ്ധ സ്ഥലത്തല്ല, വിശുദ്ധ സ്ഥലത്തുമല്ല, പ്രാകാരത്തിലാണ്. ഈ യാഗപീഠം എന്ന് പറയുന്നത് ഇന്ന് നാം ഓരോരുത്തരുമാണ്. ഈ പുതിയ നിയമകാലത്ത് യാഗവസ്തുവും യാഗപീഠവും യാഗം കഴിക്കുന്ന പുരോഹിതനും ഒറ്റയൊരു വ്യക്തി തന്നെയാണ്. അത് നാം ഓരോരുത്തരുമാണ്. ദൈവത്തിന്റെ വാര്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മളാണ് ദൈവത്തിന്റെ മന്ദിരം. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ മന്ദിരം, നാം ഓരോ ദൈവത്തിന്റെ മന്ദിരമാണ്. അത് അല്ലെങ്കിൽ ഈ യാഗപീഠം, അല്ലെങ്കിൽ ഈ താബർനക്കിളാണ്. നാം ആയിരിക്കുന്ന ഈ സമാഗമന കൂടാരത്തിന്റെ അതിലുള്ള ഈ യാഗപീഠം അത് വിശുദ്ധമായിരിക്കും. നമ്മള് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കും, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാകില്ല, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി അർപ്പിക്കും. അപ്പൊ നമ്മുടെ ശരീരം ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി തീരണം. ആ യാഗമാകണമെങ്കിൽ യാഗം കഴിക്കണമെങ്കിൽ ഒരു യാഗപീഠം നമുക്ക് വേണം. ഈ നമ്മുടെ ശരീരം യാഗം കഴിക്കുന്ന യാഗപീഠം നാം തന്നെയാണ്. അവിടെ യാഗം ധരിക്കേണ്ട, അവിടെ നമ്മുടെ ഈ പ്രാകാരത്തിൽ ഉള്ള ഈ യാഗപീഠത്തിൽ എല്ലാ സമയത്തും തീ കത്തിക്കൊണ്ടിരിക്കും. നമ്മള് ഈ മോശയുടെ പ്രമാണം വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ പറയുണ്ടായി, ഈ ഹോമയാഗം കഴിക്കുവാണ്. ഹോമയാഗത്തിന്റെ ബേണ്ടോപ്പറിക്കിട്ട്, അഥവാ ഹോമയാഗത്തിന്റെ തീയെ ഒരിക്കലും കെട്ടുപോകരുത്. ഹോമയാഗത്തിന്റെ തീയെ കെട്ടുപോകാതെ സന്ധ്യ മുതൽ ഉച്ചത്ത് വരെ കത്തിക്കൊണ്ടിരിക്കും. ഈ ഹോമയാഗം എന്ന് പറയുന്നത്, ഹോമയാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്പം പോലും ബാക്കിയാക്കാൻ പറ്റത്തില്ല, അല്പം പോലും അത് എടുത്തു മാറ്റാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് എബ്രായത്തിൽ എഴുതിയിരിക്കുന്നത്, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ വകയില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. നമുക്കൊരു യാഗപീഠമുണ്ട്, യാഗം കഴിക്കേണ്ട ഒരു യാഗപീഠമുണ്ട്. ആ യാഗപീഠം നാം തന്നെയാണ്, യാഗവസ്തു നാം തന്നെയാണ്, യാഗം കഴിക്കേണ്ടതും നാം തന്നെ. ഈ റോമനായിട്ട് എഴുതിയിരിക്കുന്നത് വേറെ ആരെങ്കിലും വന്നിട്ട് നമ്മുടെ ശരീരത്തെ യാഗമാക്കണമെന്നല്ല, നമ്മൾ തന്നെ നമ്മളെ ശരീരത്തെ യാഗമാക്കണം. അങ്ങനെ യാഗമാക്കണമെങ്കിൽ, ആ യാഗം ദൈവം അംഗീകരിക്കണമെങ്കിൽ ഈ യാഗപീഠം മോസ്റ്റ് ഹോളി അഥവാ അതിവിശുദ്ധമായിരിക്കും. അപ്പൊ അതിവിശുദ്ധമായിരിക്കുന്ന യാഗപീഠത്തിൽ കഴിക്കുന്ന യാഗങ്ങൾ മാത്രമേ ദൈവത്തിന് പ്രസാദമുള്ളതും ദൈവം അംഗീകരിക്കാൻ തക്ക യോഗ്യതയുള്ളവർക്കും ആയിത്തീരത്തുള്ളൂ. ഇന്ന് നമുക്കറിയാം, നമ്മള് കഴിക്കുന്ന യാഗങ്ങൾ ഇപ്പോ സ്തോത്രം ഒരു യാഗമാണ്. അത് ആ സ്തോത്രം എന്ന യാഗം നമ്മൾ കഴിക്കുമ്പോൾ അത് ദൈവം അംഗീകരിക്കണമെങ്കിൽ ഈ യാഗപീഠം അതിവിശുദ്ധമായിരിക്കും. ഈ യാഗപീഠം, ഞാൻ പറഞ്ഞ യാഗപീഠം നാം തന്നെയായിരുന്നു. ഈ പുതിയ നിയമകാലത്ത് യാഗപീഠം എന്ന് പറയുന്നത് നാം തന്നെയാണ്. ഈ യാഗപീഠം നമ്മുടെ മോശയുടെ ന്യായപ്രമാണത്തിലെ യാഗപീഠം നമ്മൾ കഴിഞ്ഞ ദിവസം വായിക്കേണ്ട, യാഗപീഠം ഉണ്ടാക്കുന്ന കതിരമരമാണ്. ഈ യാഗപീഠം എന്ന് പറയുന്നത് കതിരമരം തന്നെയാണ്. കതിരമരം എന്ന് പറയുന്നത് അത് റഫായിട്ടുള്ളതാണ്. എന്നാൽ ഈ കതിരമരത്തിന്റെ മുകളില് ഒരു തകിട്, ഈ കതിരമരം യാഗം കഴിക്കുമ്പോൾ തീ കത്തുമ്പോൾ കതിരമരം കത്തിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു തകിട്, താമ്രം കൊണ്ടുള്ള തകിട് ഇതിന്റെ മുകളിലുണ്ടെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ താമ്രത്തിന്റെ തകിട് അടിച്ചിരിക്കുന്ന ഒരു യാഗപീഠം
ഈ കതിരമരങ്ങൾ ഉണ്ടാക്കിയ യാഗപീഠത്തിന് മുകളിലാണ് ഈ യാഗം വസ്തു വെച്ച് ദഹിപ്പിക്കേണ്ടത്. അത് തീ ഒരിക്കലും കെട്ടുപോകത്തില്ല. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന ആ അഗ്നിയാലാണ് നാം ആകുന്ന ഈ യാഗവസ്തു ഇന്ന് ദഹിക്കേണ്ടത്. അത് ഒരിക്കലും നിന്ന് പോകാൻ പാടില്ല. ആ തീയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ നമ്മളിലുള്ള ആ അധിവാസം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ആത്മാവിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വസിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോയാൽ, ഒരിക്കലും മാറിപ്പോകരുത്. അങ്ങനെ പോയാൽ ഈ പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠത്തിലെ തീ കെട്ടുപോകുന്നതിന് സമാനമാണ്. അപ്പൊ ഈ തീ കെട്ടുപോയാൽ സംഭവിക്കുന്നത് യാഗപീഠത്തിൽ ഇരിക്കുന്ന പച്ച മാംസമാണ്. അപ്പൊ ഈ യാഗപീഠത്തിലെ തീ കെട്ടുപോയാൽ വളരെ പെട്ടെന്ന് ഈ പച്ച മാംസം അളിയും. നമുക്കറിയാം, അത് വളരെ ദുർഗന്ധത്തിനിടയായിത്തീരും. അങ്ങനെ ദുർഗന്ധം വരാതെ ഇത് യാഗമായി തീരുന്നത് കൊണ്ടാണ് ഒരു സുഗ്രാഹ്യമായി, ദൈവത്തിന് അത് ആസ്വാദ്യമായ സുഗ്രാഹ്യമായ വഴിപാട് യാഗമായി തീരുന്നത്. അപ്പൊ അതിന്റെ കാരണം ഒരിക്കലും ഒരു തീ കെട്ടുപോകരുത്. അന്ന് അക്ഷരീയമായ വിറക് വെച്ചിട്ട് കത്തിക്കുന്ന തീയായിരുന്നു. ഇന്ന് നമ്മുടെ ഉള്ളില് ഇത് ഒരിക്കലും കെട്ടുപോകാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ നാം ആകുന്ന ഈ ഓഫറിങ്, ഈ യാഗം കർത്താവ് അംഗീകരിക്കത്തക്ക യോഗ്യതയുള്ളതായി തീരത്തുള്ളൂ. ആ യാഗപീഠം നാം തന്നെയാണ്. ഈ യാഗപീഠം അതിവിശുദ്ധം ആയിരിക്കും. യാഗപീഠം അതിവിശുദ്ധമല്ലെങ്കിൽ ഒരിക്കലും കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ പോലെ ഈ വഴിപാട് ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയാതെ വരും. കാരണം വഴിപാട് യാഗപീഠത്തെ ശുദ്ധീകരിക്കുമല്ല, നേരെ മറിച്ച് യാഗപീഠം വഴിപാടിനെയാണ് ശുദ്ധീകരിക്കുന്നത്. നമ്മള് ഒരു സ്തോത്രം എന്ന യാഗം നമ്മൾ അർപ്പിക്കുമ്പോൾ നാം പറയുന്ന സ്തോത്രം എന്ന യാഗം കൊണ്ടല്ല നാം വിശുദ്ധീകരിക്കപ്പെടുന്നത്. നേരെ മറിച്ച് നാം വിശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കുന്നത് ആണ് നമ്മുടെ വായിൽ നിന്ന് സ്തോത്രം വരുന്നതും വരേണ്ടതും. ആ സ്തോത്രം മാത്രമേ ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയത്തുള്ളൂ. കാരണം ഈ യാഗപീഠം അതിവിശുദ്ധമാണ്. അതിവിശുദ്ധമായ യാഗപീഠത്തിൽ കഴിക്കുന്ന വഴിപാടുകൾ ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയും. ഇതാണ് ഈ 40-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അതിപ്രധാനമായ ഒരു കാര്യം. ഇതിന്റെ ഈ ഓഫർ കഴിക്കുന്ന, അഥവാ ഈ യാഗം കഴിക്കുന്ന യാഗപീഠം അതിവിശുദ്ധം ആയിരുന്നു. ഈ 40-ാം അധ്യായം കൊണ്ട് നമ്മുടെ പുറപ്പാട് പുസ്തകം അവസാനിക്കണം. ഇതില് എന്താണ് നമ്മൾ ഈ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഗ്രഹിക്കാൻ കഴിയും? പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞ കാര്യം, ഗ്രഹിക്കേണ്ട കാര്യം, ഫറവോന്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനം പാപത്തിന്റെ അധീനത്തിലായിരുന്ന നാം ഓരോ ഈ പാപത്തിന്റെ അധിപതി പാപത്തിന്റെ കൺട്രോള്, അതിന്റെ പാപത്തെ നിയന്ത്രിക്കുന്നത് പിശാചാണ്. ഈ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ഓരോരുത്തരും വിടുവിച്ചത് പാപത്തിൽ നിന്നുള്ള വിടുതൽ എങ്ങനെയെങ്കിലും അനുഭവിച്ചോട്ടെ എന്നുള്ളതിന് വേണ്ടിയല്ല. നേരെ മറിച്ച് ദൈവത്തിന്റെ ഒരു ഇന്റേണൽ പർപ്പസ് ഉണ്ട്. പാപത്തിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിക്കുമ്പോൾ ഇവർ ഒത്തിരി നാളായി ഇവിടെ കഷ്ടപ്പെടുന്നു, ഫറവോന്റെ അടിമത്തത്തിലാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അവര് ആ ഫറവോനെ നശിപ്പിച്ചിട്ട് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇവര് കുറച്ച് ഫ്രീ ആയിട്ട് ജീവിച്ചോട്ടെ എന്നുള്ളതല്ല ദൈവത്തിന്. നേരെ മറിച്ച് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇവരെ വിടുവിച്ച്, മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കനാനിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പരമമായ ലക്ഷ്യം. എന്നാൽ സന്ദർഭവശാൽ, നിർഭാഗ്യവശാൽ ആ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തിൽ 2 പേർ വഴി ആരും ദൈവത്തിന്റെ ലക്ഷ്യത്തിൽ, ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിൽ എത്തിച്ചേർന്നു. ഇത് നമ്മൾക്കൊരു ദൃഷ്ടാന്തമാണ്, നമ്മൾക്കൊരു പാഠമാണ്,
നമ്മൾ നോക്കി പഠിക്കേണ്ടതാണ്. ഇതിൽ നിന്ന് പാഠം പഠിക്കണം, പഠിച്ചുകൊള്ളണം എന്ന് അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം കൊരിന്ത് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഗൗരവത്തോടെ ഈ പുറപ്പാട് പുസ്തകത്തിലെ ഈ സംഭവം അവരിങ്ങനെ സംഭവിച്ചു. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവര് മുന്നോട്ടുള്ള യാത്രയിൽ ഇവര് ഭയങ്കര ദൈവമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളിലായിരുന്നത് നമ്മൾ കാണുന്നു. ഇവര് വല്ലാതെ പിറുപിറുക്കുന്നത് കാണുന്നു, ഇവര് മോഹിക്കുന്നത് കാണുന്നുണ്ട്. കൊരിന്ത് ലേഖനത്തിൽ 5 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് നാം അവരെ പോലെ ആയിത്തീരുന്നു, നമുക്കും അതുപോലെ ആയിത്തീരാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ നിത്യമായ പ്ലാൻ, നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ വെളിയുടെ പരമമായ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ നാം ആയിത്തീരുക എന്നുള്ളതാണ്. എന്നാൽ ആ ലക്ഷ്യത്തിൽ നിന്ന് നാം എത്താതെ, ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന ഒരു സ്വാധീന ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അതാണ് ഈ ഇസ്രായേൽ ജനം, ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനം കനാൻ എന്ന് പറയുന്നത് വേക്കന്റ് ആയിട്ടുള്ള സ്ഥലമല്ല. കനാൻ എന്ന് പറയുന്നത് ആരും ഇല്ലാത്തൊരു സ്ഥലമല്ല. കനാൻ എന്ന് പറയുന്നത് 7 ജാതികളും അവിടെ യാത്രാമധ്യേ 31 രാജാക്കന്മാര് ഉണ്ടായിരുന്നു. അപ്പൊ ഈ 7 ജാതികളെയും ഈ 31 രാജാക്കന്മാരെയും കീഴടക്കിയാൽ മാത്രമേ ഈ കനാൻ എന്നുള്ള ഈ ദൈവത്തിന്റെ പ്രോമിസ് ലാൻഡായ, ദൈവത്തിന്റെ പിതാക്കന്മാരെ ചെയ്ത വാഗ്ദത്ത സ്ഥലമായ കനാൻ ഇവർക്ക് അവകാശമായി ലഭിക്കത്തുള്ളൂ. അന്ന് അക്ഷരീകമായ ശത്രുക്കളായിരുന്നു ഈ 7 ജാതികൾ എന്ന് പറയുന്നത്. അക്ഷരീകമായ മനുഷ്യര് തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനത്തെ ഒരു മനുഷ്യരും നമ്മുടെ ശത്രുക്കളല്ല. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല. അപ്പോ ഇന്ന് അക്ഷരീകമായ വ്യക്തികളോട് ആയിരുന്നു അന്ന് മിസ്രൈമിൽ നിന്ന് മോശെ മുഖാന്തരം പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ചോരത്തള്ളയും പെസകയും ആചരിച്ച് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ കൂടെ നടന്നു പോയിരുന്ന അവർക്ക് ഫേസ് ചെയ്യാനുണ്ടായിരുന്നു, ഇവിടെ അഭിമുഖീകരിച്ചിരുന്നത് അവരുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞിരുന്നത് മനുഷ്യർ തന്നെയായിരുന്നു. ഇന്ന് മനുഷ്യന്റെ ശത്രുക്കൾ അല്ലെ നമ്മുടെ ശത്രുക്കൾ മനുഷ്യരാരും അല്ല. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള, നമ്മളിൽ തന്നെയുള്ള ശത്രുക്കളാണ്, ജഡത്തിന്റെ ഇഷ്ടങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ എന്ന് അപ്പോസ്തലനായ പത്രോസ് എഴുതിയിരിക്കുന്നത്. ഈ ജഡമോഹങ്ങളൊന്നും പുറത്തുനിന്ന് വരുന്നതല്ല, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളത്. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ പോരാട്ടങ്ങൾ പുറമേ ഉള്ള ഒന്നിനോടുമില്ല. നമ്മുടെ പോരാട്ടം നമ്മളോട് തന്നെയാണ്, നമ്മളോട് തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ ദൈവത്തിന്റെ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. നമ്മളോട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും മനസ്സില്ലാത്തവരായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന്റെ അവസാനമായി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്നവർ കൂടെ എന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നു. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ആരോടാ പോരാടിയത്? അപ്പോസ്തലനായ പൗലോസ് പോരാടിയത് നമുക്കറിയാം, തന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ പങ്കാളികളായിരുന്ന ആരോടുമല്ല, ഒരു ചർച്ചിലെ വിശ്വാസികളോടല്ല, ആരോടുമല്ല. പൗലോസ് പോരാടിയിരുന്നത് തന്നോട് തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് അത് പറയുന്നുണ്ട്. ഞാൻ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കാം. ഞാൻ എൻ്റെ ശരീരം ഇച്ഛിക്കുന്നത് ഞാൻ ചെയ്യുവല്ല, ഞാൻ ഇച്ഛിക്കുന്നത് എൻ്റെ ശരീരത്തെ കൊണ്ട് ഞാൻ ചെയ്യും. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പോരാടിയിരുന്നത് പുറത്തുള്ള ആരോടുമല്ല, തന്നോട് തന്നെയാണ് പോരാടിയത്. ഇന്ന് ഈ ജാതികളും അല്ലെ ഈ 7 ജാതികളും ഈ രാജാക്കന്മാരും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഈ ജാതികളും രാജാക്കന്മാരും ഒക്കെ നമ്മളോട് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം, ഒരു കാരണവശാലും ഈ കനാൻ നിനക്ക് അവകാശമായി തരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. എന്നാൽ ആ കനാൻ അവകാശമായി കിട്ടണമെങ്കിൽ അത് അവരെ യുദ്ധം ചെയ്ത് ഈ ശത്രുക്കളെ കീഴടക്കി അത് സ്വന്തമാക്കണമായിരുന്നു. എന്ന് മാത്രമല്ല, സ്വന്തമാക്കുന്ന സ്ഥലം അവർ സ്വന്തമായി കൈവശം വെക്കണമായിരുന്നു. ഇന്ന് സ്വന്തമാക്കി നാളെ കൈമോശം വരാൻ പാടില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് എഴുതുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ
ഇന്ദ്രജയത്തോട് സ്ഥിരതയും എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. ഇന്ദ്രജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും. അപ്പൊ ഇന്ദ്രജയം, ഞാൻ ഇന്ന് എൻ്റെ കണ്ണിന്റെ മേലെ ജയം പ്രാപിച്ചു ഇന്ന്. അപ്പൊ കണ്ണിന്റെ മേലെ ഞാൻ പ്രാപിക്കുന്ന ജയം, ഇന്ദ്രജയത്തോടെ സ്ഥിരത വേണം എനിക്ക്. എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ജയിച്ചു, നാളെ എൻ്റെ കണ്ണിന് തോന്നുന്നത് കാണാൻ വിട്ടുകൊടുക്കരുത്. എന്നാൽ മാത്രമേ ആ സ്ഥിരത നമുക്കുണ്ടാകത്തുള്ളൂ. നാം അക്ഷരീയമായ കനാൻ എന്ന സ്ഥലം ഇസ്രായേൽ ജനം അവകാശമാക്കിയത് അവർ സ്ഥിരമായിട്ട് കൈവശം വെക്കണമായിരുന്നു. അത് ഒരിക്കലും പിന്നെ പണ്ടവിടെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. ആ ശത്രുക്കളെ എല്ലാം കീഴടക്കിയതിന് ശേഷം ഇവര് ആ കനാൻ അവകാശമാക്കി. ഈ ശത്രുക്കൾ എപ്പോഴും പിന്നെയും അവർ പണ്ട് ഞങ്ങളുടേതായിരുന്നു പോരാടിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരിക്കലും ആ ശത്രുക്കൾക്ക് ഇത് പിന്നീട് അത് നമ്മളിൽ നിന്ന് കൈമോശം വന്നു പോകാൻ പാടില്ല. നമ്മുടെ ഇന്ദ്രിയത്തോട് സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന പത്രസപ്പോസിൽ അവിടെ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഈ ശത്രുക്കളിലെ കൈവശം ഉണ്ടായിരുന്ന ഈ സ്ഥലം ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം പ്രോമിസ് ചെയ്തത്. ദൈവം മോശയോട് അബ്രഹാമിനോട് പറഞ്ഞു, അത് നിനക്ക് തന്നിരിക്കുന്ന പറയുന്നത്. അത് ദൈവം തന്നതാണ്. ദൈവത്തിന്റെ വാഗ്ദത്ത ഭൂമിയാണ്. നമുക്ക് വേണ്ടി ദൈവം പ്രോമിസ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ അവിടെ ഇപ്പോ നമുക്ക് അത് ലഭിക്കാൻ അതവണ്ണം നമ്മളെ തടയുന്ന ശത്രുക്കളുണ്ട്. ഇത് ഇന്ന് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ നമ്മുടെ ഉള്ളിലുള്ള ഈ ശത്രുക്കളെ എല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മൾ യാഗമായി തീർത്തുകൊണ്ട് ഈ കനാലിലുള്ള ശത്രുക്കളെ എല്ലാം കൊന്നുകളയുമല്ല. കുറെ പേരെ കൊന്നിട്ടുണ്ട്. എന്നാൽ അവിടെ ചെയ്ത കാര്യം, നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പം പാപത്തെ നിർമൂലമാക്കുക എന്നുള്ളത്, അല്ല പാപത്തെ വേരോടെ പിഴുതു കളയുക എന്നുള്ള കാര്യമല്ല. നേരെ മറിച്ച് പാപം അതിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതെ വണ്ണം പാപത്തെ കാൽ കീഴിൽ മെതിച്ചു കളയുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. പാപം ഒരിക്കലും നമ്മുടെ മേൽ കർത്തൃത്വം നടത്താതെ വണ്ണം പാപത്തെ ഇല്ലായ്മ ചെയ്യുകയല്ല, പാപത്തിന്റെ മേൽ നമ്മൾ ജയം പ്രാപിക്കുന്നവരായി തീരും. പാപം ഇല്ല എന്നല്ല, പാപം ഉണ്ട്. എല്ലാ സമയത്തും ഒരു മനുഷ്യന്റെ മരണസമയം വരെ നമ്മുടെ ഉള്ളിൽ ഈ പാപത്തിന്റെ ശക്തികളുണ്ട്. എന്നാൽ ഈ പാപത്തിന്റെ ശക്തി എന്നെ സ്വാധീനിക്കാതെ വണ്ണം എല്ലാ സമയത്തും ഈ പാപത്തെ കാൽ കീഴിൽ മെതിച്ചു കളയുന്നവരായിരിക്കണം. ദൈവം ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമ്മള് കായനോട് ദൈവം പറയുമ്പോൾ, പാവം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, ദൂരെയൊന്നുമല്ല, നിന്റെ വാതിൽക്കൽ തന്നെ പാവം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം അയലോക്കംകാരോടും അല്ല, വേറെ ആരോടും അല്ല, നിന്നോട് തന്നെ. ഈ പാപത്തിന്റെ ആഗ്രഹം എപ്പോഴും എന്റെ ഉള്ളിലുള്ള പാപത്തിന്റെ ആഗ്രഹം എന്നോട് തന്നെ. ദൈവമായിട്ട് പറയുന്നത്, നീ അതിനെ കീഴടക്കണം, അല്ല അതിനെ തല്ലിക്കൊന്ന് കളയാനല്ല. എന്ന് വെച്ചാൽ കൊല്ലരുതെന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ പാപത്തെ നിർമൂലനം വേരോടെ പിഴുതു കളയുക എന്നുള്ളതല്ല, നേരെ മറിച്ച് പാപത്തിന്റെ മേൽ നമ്മൾ ജയാളികളായി തീരുക എന്നുള്ളത്. പാപത്തിന്റെ മേൽ നാം ജയം പ്രാപിക്കുന്നവരായിത്തീരും. അപ്പൊ ഞാൻ പറഞ്ഞതിന് താല്പര്യം, പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ഉദ്ദേശത്തിന് വേണ്ടി ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വെടിവെച്ചു കൊണ്ടുവന്നോ ആ ദൈവത്തിന്റെ ഇഷ്ടത്തിലെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. കഴിയാതിരുന്നതിന്റെ കാരണം ദൈവത്തിന് അതിന് ആഗ്രഹമില്ലാതിരുന്നിട്ടോ ദൈവത്തിന് കഴിവില്ലാതിരുന്നിട്ടോ അല്ല. നേരെ മറിച്ച് അവരെ എന്തിനു വേണ്ടിയാണ് ദൈവം അവരെ വിളിച്ച് വേർതിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ള ആ ലക്ഷ്യത്തിൽ നിന്ന് അവരുടെ ഹൃദയവും മനസ്സും വ്യതിരിച്ചിട്ട് അവരുടെ ജീവിത യാത്രയിൽ ഉണ്ടായ കാര്യങ്ങളാണ് അവർക്ക് അതിപ്രധാനമായി തോന്നിയത്. ഇന്നും ഇതൊരു വസ്തുതയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിത യാത്രയിൽ നമ്മുടെ വഴികൾ, നമ്മൾ പോകുന്ന ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ, നമ്മുടെ ദൈനംദിന ജീവിതം, അതാണ് നമ്മുടെ അതിപ്രധാനമായ കാര്യങ്ങളെങ്കിൽ നമുക്ക് ഇവരെ പോലെ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടത്തിൽ എത്തിക്കാൻ കഴിയത്തില്ല. നേരെ മറിച്ച് ദാഹമുണ്ട്, വിശപ്പുണ്ട്, പ്രയാസമുണ്ട്, കഷ്ടതയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, നഗ്നതയുണ്ട്, പട്ടിണിയുണ്ട്, ഇതെല്ലാം ഉണ്ടായിരിക്കും. ഇതെല്ലാം ഉള്ളപ്പോഴും നമ്മുടെ ലക്ഷ്യം ഈ പട്ടിണി മാറുക എന്നുള്ളതോ രോഗം മാറുക എന്നുള്ളതോ ഇതൊന്നും അല്ല. നേരെ മറിച്ച് ഇതിന്റെ എല്ലാം നടുവിലൂടെ ദൈവത്തിന്റെ നിത്യമായ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുക ഉള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു വിളിയിൽ നമ്മുടെ ഹൃദയവും മനസ്സും ഉറപ്പിച്ച് നമുക്ക് നിലനിന്നാൽ
ദൈവത്തിന്റെ കൃപയിൽ നാം ആശ്രയിച്ച് നിലനിന്നാൽ ദൈവത്തിന്റെ സമ്പൂർണമായ ഇഷ്ടത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അല്ലെങ്കിൽ ഈ അക്ഷരീയ ഇസ്രായേലിനെ പോലെ വഴിയാത്രയിൽ നമുക്കും പട്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു മാത്രം. ശരി, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ അക്ഷരീയ ഇസ്രായേലിനെ പോലെ അല്ലാതെ ദൈവത്തിന്റെ ഇന്റേണൽ പർപ്പസിൽ, ദൈവത്തിന്റെ സമ്പൂർണമായ ഇഷ്ടത്തിൽ എത്തിച്ചേരുവാൻ എന്നെയും നമ്മൾ ഓരോരുത്തരെയും അത്യുന്നതനായ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ.